പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പള്ളിക്കൽ ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥി ശ്രീനാദേവി കുഞ്ഞമ്മ വിജയിച്ചിരിക്കുന്നു. ആദ്യം ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്താ പറ്റിയത്? ഇല്ല, ഞങ്ങൾക്കാർക്കും കൺഫ്യൂഷൻ ഇല്ലായിരുന്നു. ചില ഇടക്കാല പ്രഖ്യാപനങ്ങൾ ഉണ്ടായെന്ന് കണ്ടു സോഷ്യൽ മീഡിയയിൽ. ചില മാധ്യമങ്ങളും ഭേഷായി പ്രഖ്യാപിച്ചതായിട്ട് ഞങ്ങൾ കണ്ടു. എത്ര വോട്ടിനാണ് വിജയിച്ചത്? 196 വോട്ടിനാണ് വിജയിച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള ഇടക്കാല പ്രഖ്യാപനങ്ങളല്ല, അവസാനം ആത്യന്തികമായിട്ട് ഇവിടെ ഔദ്യോഗിക പ്രഖ്യാപനമാണ് നമുക്ക് വിലപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 196 വോട്ടിന് വിജയിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇനി മുന്നോട്ടുള്ളൊരു നീക്കം എങ്ങനെയായിരിക്കും? മുന്നോട്ട് ജനങ്ങളുടെ കാര്യം നോക്കണം. ജനാധിപത്യപരമായിട്ടുള്ള എല്ലാ പെരുമാറ്റങ്ങളും ഉറപ്പായിട്ടും ഉണ്ടാവും. വിജയിച്ചു, അതുവരെ രാഷ്ട്രീയമുണ്ട്. ഇനി ജനങ്ങളുടെ കാര്യമാണ് പ്രധാനം. ഉറപ്പായിട്ടും അത്തരത്തിൽ ജനാധിപത്യപരമായിട്ട് ജനക്ഷേമപരമായിട്ടും ഒരു നാട്ടിലെ വികസനത്തെ കാണണം എന്ന് ബോധ്യമുള്ള ഐക്യജനാധിപത്യ മുന്നണിയും ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വമാണ് എൻ്റെ കൂടെയുള്ളത്. അതുകൊണ്ട് ഒരു പാർഷ്യാലിറ്റി വേണമെന്ന് ഡിമാൻഡ് ചെയ്യുന്ന നേതൃത്വം എന്തായാലും ഇല്ല. CPIയിൽ നിന്നും രാജിവെച്ചാണ് കോൺഗ്രസിലേക്ക് ചേർന്നത്. എത്രമാത്രം വെല്ലുവിളിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്? വലിയ വെല്ലുവിളികളായിരുന്നു. കാരണം നമുക്ക് വലിയ തെരഞ്ഞെടുപ്പിനൊക്കെ ബോർഡുകളും പോസ്റ്ററുകളും ഒക്കെ നമ്മൾ വെറും പരിമിതമായിട്ടുള്ള രീതിയിലേ ചിലവാക്കിയിട്ടുള്ളൂ. നമ്മൾ ജനാധിപത്യത്തിൻ്റെ മേൽ വലിയ വിശ്വാസം അർപ്പിച്ചിരുന്നു. അഴിമതി പണം ചിലവാക്കാനായിട്ട് നമുക്കുണ്ടായിരുന്നില്ല. അതിൻ്റേതായിട്ടുള്ള ഒരു വലിയ ക്യാമ്പയിനിങ് കുറവുണ്ടായിരുന്നു. പക്ഷേ സംഘടനാപരമായിട്ട് എല്ലായിടത്തേക്കും വലിയ രീതിയിലുള്ള വർക്കുകൾ നടന്നിട്ടുണ്ട്. ഐക്യജനാധിപത്യ മുന്നണി UDFൻ്റെ ഇലക്ഷൻ കമ്മിറ്റി എണ്ണയിട്ട യന്ത്രം പോലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും ഒരുപാട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടായി. ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ നമുക്ക് ഇതിനിടയ്ക്ക് നോമിനേഷൻ സമർപ്പിച്ച സമയത്ത് അത് തള്ളാനായിട്ട് ഒരു ഇടപെടൽ CPIയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. പിന്നീട് സ്ഥാനാർത്ഥിത്വം റദ്ദ് ചെയ്യാനായിട്ടുള്ള ഇടപെടൽ ഹൈക്കോടതി കേസ് കൊടുത്തിട്ടുണ്ടെന്ന് അറിയുന്നത്. എനിക്ക് കിട്ടിയിട്ടില്ല പേപ്പറൊന്നും ഇതുവരെ. അങ്ങനെ അറിയുന്നു. വക്കീൽ നോട്ടീസുകൾ വന്നിട്ടുണ്ട്. അപ്പം വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യണം എന്നുള്ള പരാതികൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഹിയറിങ്ങിന് പോയി ഒരുപാട് സമയം കളയേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല മാനസിക സമ്മർദ്ദങ്ങളും പല തെരഞ്ഞെടുപ്പിന് വിരുദ്ധമായിട്ടുള്ള ഒരു രീതിക്ക് വിരുദ്ധമായിട്ടുള്ള സമ്മർദ്ദങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരും നേതൃത്വം അത്രയും സംരക്ഷണം ഒരുക്കിയതിൻ്റെ ബലത്തിൽ തന്നെയാണ്, ജനാധിപത്യത്തിലുള്ള വിശ്വാസത്തിൻ്റെ ഉറപ്പിൽ തന്നെയാണ് മുന്നോട്ട് പോയത്. വിജയിച്ചു. UDF എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു. അതാണ് തന്റെ വിജയത്തിന് പിന്നിലെന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മ വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ പത്തനംതിട്ട.